സ്ഥിരമായി യു ഡി എഫിന്, അതായത് എന്ത് സംഭവിച്ചാലും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ചിലരിൽ നിന്നാണ് ഈ എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഒന്ന് സമസ്തയ്ക്കുള്ളിലുള്ളവർ, അവരേതെങ്കിലും കാലത്ത് ഇടതുമുന്നണിക്കൊപ്പം പരസ്യമായി നിന്നിട്ടുള്ള ഒരു ചരിത്രവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്. അവരുടെ ഇടയിൽ നിന്നാണ് ഈ വിമർശനം ഉയരുന്നത്. ഒന്നത്. രണ്ട്, ഇപ്പോൾ ഈ മുജാഹിദ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഈ എതിർപ്പ് കോൺഗ്രസിനൊപ്പം കൃത്യമായി അല്ലെങ്കിൽ യു ഡി എഫിനൊപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് നിലയുറപ്പിക്കുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ആ വിമർശനവും കൂടെ ഉയരുന്നു എന്നുള്ളത് കുറച്ച് കുഴപ്പമുണ്ടാക്കും. എല്ലായിടത്തും വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമിയുമായി സഹകരിച്ച് മത്സരിക്കുന്ന ഇടങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത, അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ തന്നെ പഞ്ചായത്തിൽ അവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥി മത്സരിക്കുന്നു. ഏത് ചിഹ്നത്തിലാണ്? കൈപ്പത്തി ചിഹ്നത്തിൽ. അപ്പോൾ ആ നിലയ്ക്കാണ് ഈ സഹകരണം എന്നുള്ളത്. പ്രാദേശികമായ ആളുകൾക്ക് ഇത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അതുമാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഉയർന്ന ബോഡിയിലൊക്കെ പ്രവർത്തിക്കുന്ന പലരും ഈ ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞല്ല മത്സരിക്കുന്നത്. പകരം ഈ പറഞ്ഞ യു ഡി എഫിൻ്റെയും ആർ എം പിയുടെയും ഒക്കെ പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ ആ നിലയ്ക്ക് മത്സരിക്കുന്നവരുണ്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ. എന്നാൽ അതേസമയം തന്നെ മുമ്പ് സഹകരിച്ച മുക്കം പോലുള്ള പ്രദേശങ്ങളിൽ ഇവർ പരസ്പര സഹകരണം ഇല്ലാത്ത അവസ്ഥയുണ്ട്. കാരണം ഒരു തരത്തിലും ഇവർ യോജിച്ചു പോകാത്ത തലത്തിലേക്ക് അത് മാറിയിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ. ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും ഉള്ള ഒരു കൗതുകകരമായ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകരുത്. അത് SDPIയുടെ സാന്നിധ്യമാണ്. SDPIയുമായി UDF സഹകരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല. SDPI ഒരുപക്ഷെ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിന് ഇറക്കിയിരിക്കുന്ന ചെറുപാർട്ടികളിൽ ഒന്നാണ് കേരളത്തിൽ SDPI. ഏതാണ്ട് 2000-നടുത്ത് അവർ 4000 അവർ ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നത്. പക്ഷേ ഏതാണ്ട് 2000-നടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്താനായി ഈ തെരഞ്ഞെടുപ്പിൽ SDPIക്ക് കഴിഞ്ഞിട്ടുണ്ട്. SDPIയുടെ സ്ഥാനാർത്ഥിത്വം ഏത് തരത്തിലാവും പ്രാദേശികമായി ബാധിക്കുക എന്നുള്ളതും ആരുടെ വോട്ടാണത് ചോർത്തുക എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. SDPI പലപ്പോഴും വോട്ട് കൂട്ടിക്കൊണ്ടുവരിക ചെയ്തിരിക്കുന്നത്. അതെ, പ്രാദേശികമായി അവരിപ്പോൾ ചെറിയ വോട്ട്, ഒരു 10-100 വോട്ടിന് താഴെ നിൽക്കുന്ന വോട്ട് സമാഹരിച്ചാൽ പോലും അത് ആ പ്രാദേശികമായി അത് നിർണായകമാകും. 2000-നടുത്ത് വാർഡുകളിൽ അവരുടെ പ്രസൻസ് ഉള്ളപ്പോൾ സ്വാഭാവികമായും അത് അവിടുത്തെ ഫലത്തെ സ്വാധീനിക്കാൻ തക്കവണ്ണമായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെയെല്ലാമുള്ള ഒരു കൂട്ടപ്പൊരിച്ചിൽ യഥാർത്ഥത്തിൽ നടക്കുന്നുണ്ട്. അത് ഏത് മുന്നണിയെയാണ് നേരിട്ട് കൂടുതൽ ബാധിക്കുക എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം.